ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാം. അപ്പോൾ അത് സഹനാസ് വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നേരത്തെ നമ്മൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഓൺ സുഭാഷ് പാർക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയി. അപ്പോൾ ഒരു ടൈമൊക്കെ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ നേരത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, നാളെ കാണിക്കണമല്ലോ, സ്റ്റോറി ഇടണമല്ലോ. അപ്പം അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ബിരിയാണി വല്ലതും കഴിക്കാൻ പോകാമെന്നൊക്കെ അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ സുഭാഷ് പാർക്ക് വരുന്നത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ടാണ് കേട്ടോ. അപ്പം 9 ഒക്കെ ആകുമ്പോഴാണ് അവിടെ ക്ലോസ് ചെയ്യുന്നത്. 8:30 9 ഒക്കെ ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. എൻട്രി ഒക്കെ ഫ്രീ ആട്ടോ. കുട്ടികൾക്കാണെങ്കിലും കളിക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. പിന്നെ അതിൻ്റെ അടുത്താണല്ലോ നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജ്. അപ്പം അങ്ങനെ ഇതാട്ടോ ഗൈസ്, ഗവൺമെൻറ് ലോ കോളേജ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. നടന്ന് ഒരുപാട് ഇളകി. ഇപ്പം എത്തുന്ന വിചാരിച്ചാൽ നടന്നത്. റെസ്റ്റോറൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റഹ്മാനിയ റെസ്റ്റോറൻറ്റ്. അങ്ങോട്ടേക്കായിട്ട് പോകാൻ ഉദ്ദേശിച്ചത്. അവിടെ നല്ല ബിരിയാണിയല്ലോ. അവിടുന്ന് ബൈ പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് അവിടെ എന്തില്ല, ചിക്കൻ ബിരിയാണി ഇല്ല. സോ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ആഗ്രഹത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബീഫ് ആൻഡ് മട്ടൺ ബിരിയാണി ഇറങ്ങൂല. സോ ഞങ്ങൾ വിചാരിച്ചു വേറെ സ്ഥലം പിടിക്കാം. നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. ഇതിൻ്റെ പാർട്ട് 1 വ്ളോഗ് സഹനാസ് വ്ളോഗിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എവരിബഡി ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഷീമാട്ടീൻ്റെ അടുത്തുള്ള തൊപ്പിപ്പ ബിരിയാണിയിലാണ് ഗോയ്സ്. അവിടെ നല്ല ബിരിയാണി. നമ്മൾ ഇവിടെ എത്തി. വി ഹാവ് ടു ഗോ ദേർ. അങ്ങനെ ഞങ്ങൾ തൊപ്പിപ്പ ബിരിയാണിയിലെത്തി ഗോയ്സ്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്ന് ഡൈനിങ് ചെയ്ത് കഴിക്കുന്നത്. എപ്പോഴും പാഴ്സൽ മേടിച്ചിട്ട് പോയി വീട്ടിൽ നിന്ന് കഴിക്കലാണ് പതിവ്. ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ വരുന്നത്. ഓഡിയോ കളയണ്ട. അവിടെ അങ്ങനെ കഴിക്കാൻ നിന്നപ്പോൾ ഭയങ്കര കാമായിരുന്നു. ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. ഭയങ്കര സൈലൻ്റായിട്ട് ലൈക്ക് എൻജോയ് ചെയ്ത് നമുക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റി. അത്രയും നല്ല കാമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെഷനും വീഡിയോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. കാരണം വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ 2 ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി വന്നപ്പോൾ അതിൽ മുട്ടയൊക്കെ ഇരിക്കുന്നു. പണ്ടൊക്കെ ബിരിയാണിയിൽ മുട്ട കിട്ടും, ഇപ്പം ബിരിയാണിയിൽ മുട്ട കിട്ടത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് മുട്ട കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടം ബിരിയാണിയുടെ കൂടെ മുട്ട കിട്ടുന്നത്. ഇവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് തന്നെ വിചാരിക്കും ഇവൾ മൊത്തം തിന്നുന്ന പോലെയാണ്. പക്ഷെ അല്ല, കുറച്ച് കഴിച്ചിട്ട് അവിടെ ചീകി വെക്കും. അതാണ് അവൾ. അധികം കഴിക്കത്തില്ല ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ല് പേ ചെയ്ത് ഇറങ്ങി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.